പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ എല്ലാവരുടെയും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ? ഞങ്ങളുടെ വിഷുവിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ദാ കണിയൊക്കെ കണ്ടു, നേരെ ഇനി ദാ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പോയത് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലോട്ടാണ്. അപ്പോൾ കല്ലുമോളെയും അമ്മയും കൂടി ദാ നടന്നു പോവുകയാണ്. കല്ലുമോളും അമ്മയും മുമ്പേ പോയായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി, തൊഴുത് ഒരു സൈഡിൽ ഞങ്ങൾ നിന്നു. അച്ചുകൂട്ടനും കല്ലും ഞാനും കൂടെ ഉണ്ട് ഒരു സൈഡിൽ നിന്നത്. പിന്നെ അമ്മയും അമ്പാടിയും അച്ഛനും കൂടി വരുന്നതേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിന്ന സമയത്ത് ഇതാ കല്ലുമോളെ ആയിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കല്ലുമോൾ ഞാൻ തൊട്ടേക്കണ ചന്ദനമൊക്കെ തോണ്ടിയൊക്കെ എടുക്കുമായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തൊഴുത് നേരെ പിന്നെ പോയത് പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിലോട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ അവരച്ഛനും പിള്ളേരും കൂടി പോയി. പിന്നെ ഞാനും അമ്മയും കല്ലും കൂടി ഓട്ടോയ്ക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. വിഷു അല്ലേ, തിരക്കില്ലാണ്ടിരിക്കുമോ? അങ്ങനെ അകത്തൊക്കെ കയറി ഞങ്ങൾ തൊഴുതു. പിന്നെ നമ്മൾ സ്ഥിരം ചെല്ലുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് അങ്ങ് കയറി ഇപ്പുറത്ത് കൂടി കയറി ഞങ്ങൾ തൊഴുതു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇത് നമ്മുടെ അമ്പുക്കുട്ടൻ്റെ പേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് കൈനീട്ടം കിട്ടിയ പൈസയൊക്കെ വെച്ചിട്ട് ആൾ അടുക്കളയിൽ വെച്ച് മറന്നുപോയി. അങ്ങനെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു. ഞാൻ എന്താ പായസം വയ്ക്കുവാണ്. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു, അമ്മ ഫസ്റ്റ് എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ ഫുഡെല്ലാം ഉച്ചക്കത്തേക്കുള്ള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാക്ക കൊടുക്കണം, വിളക്കത്ത് വയ്ക്കണം. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഇനി എടുത്തൊക്കെ വെക്കാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ എല്ലാം എടുത്തൊക്കെ വെച്ചു. അങ്ങനെ ഇനി കാക്കയ്ക്കും കൊടുത്ത് വിളക്കത്തും വെച്ചിട്ട് വേണം നമുക്കും കഴിക്കാനായിട്ട്. ഈ പ്രാവശ്യത്തെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ അമ്മ നാട്ടിലുണ്ട്, പിന്നെ നമ്മുടെ കല്ലുമോളുടെ പുത്തൻ വിഷുവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് പ്രത്യേകതയും കൂടിയുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ? ഞങ്ങളുടെ ഈ ഒരു വിഷു ഇങ്ങനെയായിരുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ചത്. ഞങ്ങളുടെ അമ്മയും നാട്ടിലുണ്ടായിരുന്നു, പിന്നെ കല്ലുമോൾക്കും കൂടി പുത്തൻ വിഷു ആയതുകൊണ്ട് അവരെ രണ്ടുപേരെയും കൂടി നടുക്കിരുത്തിയിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ കല്ലുമോൾ വലുതായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല, എന്നാലും ഒരു രസം ഇങ്ങനെ മൂന്നുപേരെയും കൂടി ഇരുത്തിയിട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ അമ്മ അവർക്ക് ഫുഡൊക്കെ വിളമ്പുവാണ്, അമ്പുക്കുട്ടനും കല്ലും അച്ചുകുട്ടനും കൂടി ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഇരുത്തുവാണ് കേട്ടോ. കല്ലുവിന് എന്താണെന്നാ ഒന്നും അറിയത്തില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ വിചാരിച്ച്. ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്ക് ഇലയൊന്നും വരിച്ചൊന്നും കയറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവർക്ക് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിഷു ആഘോഷം. നിങ്ങളുടെ വിഷു എങ്ങനെയൊക്കെയായിരുന്നെന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാനും എല്ലാവർക്കും ബൈ ബൈ. मधुरं मे शरणधुरं मे शरणधुरं मे शरणधुरं मधुरं मधुरं मे शरणधुरं मे शरणधुरं मे शरणधुरं मधुरं मधुरं मे शरणधुरं मे शरणधुरं मे शरणधुरं मधुरं